മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് 4/3/1984 ജനിച്ച ഒരാളുടെ ഗ്രഹസ്ഥിതിയാണ്. ഉത്രട്ടാതിയാണ് നക്ഷത്രം. ഉത്രട്ടാതി 2-ാം പാദം. ചിങ്ങലഗ്നം. 2-0-3 കുജൻ ശനി, 4 കേതു, 5 വ്യാഴം, 6 ശുക്രൻ, 7 സൂര്യൻ ബുധൻ, 8 ചന്ദ്രൻ, 9-0 10 രാഹു, 11-0 12 ഗുളികൻ. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹസ്ഥിതി. ഈ ഗ്രഹനില പരിശോധിക്കുന്ന സമയത്ത് ചിങ്ങലഗ്നം, പൊതുവേ ചിങ്ങലഗ്നക്കാർക്ക് ഒരല്പം എടുത്തുചാട്ടം, മുൻകോപം പോലെയുള്ള സ്വഭാവ സവിശേഷതകൾ ഉണ്ടാകും. അത് സൂര്യൻ്റെ ഒരു പ്രത്യേകതയാണ്. സൂര്യൻ്റെ രാശി ആയതുകൊണ്ടുള്ള ഒരു പ്രത്യേകത തന്നെയാണ്. അതവിടെ നിൽക്കട്ടെ. അതിനു മുൻപ് ഇദ്ദേഹത്തിൻ്റെ ജോലി സംബന്ധമായിട്ട് ധാരാളം പ്രശ്നങ്ങൾ ഇദ്ദേഹം മുൻപ് ഫേസ് ചെയ്തിട്ടുണ്ട്. അതായത് നാട്ടിൽ ഒരു ബിസിനസ് തുടങ്ങുക, അത് ആദ്യം തുടക്ക സമയത്ത് വളരെ നല്ല രീതിയിൽ പോവുകയും പിന്നീടത് നാശത്തിലേക്ക് അല്ലെങ്കിൽ തകർച്ചയിലേക്ക് കൂപ്പ് കുത്തുകയും അതേപോലെ തന്നെ അവിടുന്ന് കടം ധാരാളമായിട്ട് കയറി പിന്നീട് വിദേശത്ത് പോയി അതെല്ലാം തീർത്ത് വീണ്ടും നാട്ടിൽ വന്ന് പഴയത് തന്നെ ആവർത്തിക്കുന്ന ഒരു പാറ്റേൺ ഈ ഗ്രഹനിലയ്ക്കുണ്ട്, ഈ വ്യക്തിക്കുണ്ട്. പൊതുവേ ലഗ്നാൽ 10-ലാണ് രാഹു നിൽക്കുന്നത്. രാഹു ഇടവത്തിലൊക്കെ നിന്ന് കഴിഞ്ഞാൽ നല്ലതാണ് എന്ന് പറയുമ്പോഴും രാഹു ആയതുകൊണ്ട് തന്നെ പ്രത്യേകം ഒരു ശ്രദ്ധ അത്യാവശ്യം തന്നെയാണ്. ഇത്തരക്കാർ ഈ ബിസിനസ് പോലെയുള്ള കാര്യങ്ങളൊക്കെ സ്വന്തമായിട്ട് ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ഒരു ശ്രദ്ധ, ഒരു അതീവ ജാഗ്രത തന്നെ എടുത്ത് മാത്രമേ ചെയ്യാവൂ. മാത്രവുമല്ല, ചെയ്താൽ തന്നെ അത് തകരാൻ തുടങ്ങുന്നു എന്ന ഘട്ടത്തിൽ നിർത്തുക. അതല്ലാതെ വീണ്ടും കടം മേടിച്ചത് റൺ ചെയ്യാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ ആ കടം മേടിക്കൽ ഒരു വലിയ ഹെവി എമൗണ്ടിലേക്ക് മാറുകയും അത് പിന്നീട് തീർക്കാനായിട്ട് ജീവിതത്തിലെ വലിയ സമയം, വിലപ്പെട്ട സമയം മാറ്റിവെക്കേണ്ടതായിട്ടും വരാം. നിലവിൽ ഈ വ്യക്തി അങ്ങനെ തന്നെയാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇവിടെ ബിസിനസ് ഉണ്ടായിരുന്നു, അത് അത്യാവശ്യം നല്ല രീതിയിൽ പോയി, പിന്നീട് അത് തിരിഞ്ഞു, അതിൽ നിന്ന് മോശാനുഭവങ്ങളുണ്ടായി, അത് സാമ്പത്തിക ബാധ്യതയിലേക്ക് വരുത്തി. പിന്നീട് അദ്ദേഹം വിദേശത്ത് പോയി, അവിടെ വലിയ തെറ്റില്ലാത്ത ജോലിയിൽ ഏർപ്പെടാൻ സാധിച്ചു. കടങ്ങൾ പകുതി, ഒരു 60-70% കടങ്ങൾ തീർത്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതൊരു ശുഭസൂചനയാണ്. 10-ാം ഭാവാധിപനൊക്കെ ശുക്രൻ, 10-ൽ രാഹുവൊക്കെ നിന്ന് കഴിഞ്ഞാൽ പൊതുവെ അത്തരക്കാർക്ക് വിദേശ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നതിനും അവിടെ നിന്നും വരുമാനം, ഭാഗ്യ അനുഭവങ്ങളൊക്കെ ഉണ്ടാകുന്നതിനും സാധ്യത വളരെ കൂടുതലാണ്. അതവിടെ അക്ഷരാർത്ഥത്തിൽ അതുകൊണ്ട് ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്നുമുണ്ട്, മുൻപും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അത് തിരിച്ച് ഒരു അവസരത്തിൽ തിരിച്ച് ഇങ്ങോട്ട് വരികയും നേരെ ഓപ്പോസിറ്റായിട്ടുള്ള പ്രവർത്തികൾ ചെയ്യുകയും അതിൽ നിന്ന് പിന്നീട് മോശാനുഭവങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്ന ഒരു പാറ്റേൺ ആണിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യവുമാണ്. അതേപോലെ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹനിലയിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ടുന്നത് ലഗ്നാൽ 12-ൽ വ്യയസ്ഥാനത്ത്, ചെലവിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്ന ഗുളികനാണ്. മോശമാണ്, വളരെ മോശമാണ്. ചന്ദ്രൻ്റെ ക്ഷേത്രത്തിൽ ഗുളിക ഭവനാധിപനായിട്ടുള്ള ചന്ദ്രനാണ്. ദാറ്റ് മീൻസ് ചന്ദ്രൻ്റെ ഭവനത്തിൽ, വീട്ടിൽ ഗുളികൻ വസിക്കുന്നു. മനസ്സമാധാനം, സ്വസ്ഥത, ഇതിനെയെല്ലാം ബാധിക്കും. ടെൻഷൻ, അദ്ദേഹത്തിന് ടെൻഷൻ വളരെ കൂടുതലാണ്. രക്തസമ്മർദ്ദം മുതലായിട്ടുള്ള അസുഖങ്ങൾ അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ അത് മനസ്സമാധാനം എന്ന് പറയുന്നത് വളരെ എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ്. ചന്ദ്രൻ്റെ ക്ഷേത്രത്തിലേക്ക് ഗുളികൻ നിന്ന് കഴിഞ്ഞാൽ മാത്രവുമല്ല ചെലവിനെ ഇരട്ടിയാക്കും. അദ്ദേഹം 500 രൂപയിൽ ഒരു ചെലവിനെ നിർത്താൻ നോക്കിക്കഴിഞ്ഞാൽ അതൊരു 1500 രൂപയിൽ മിനിമം നിൽക്കും. ഈ ഒരു അവസ്ഥയുണ്ട്. അത് വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ്. അത് ചിലവുകൾ വരുന്ന സമയത്ത് ഒരുമിച്ച് വരും. പല രീതിയിൽ, പല രൂപത്തിൽ, പല ഭാവത്തിൽ അത് ഒരുമിച്ച് വരികയും അത് കടത്തിലേക്ക് നയിക്കപ്പെടുകയും ചെയ്യാം. അത് ചെയ്തു. ഇപ്പോഴും അതിൻ്റെ മോശമായിട്ടുള്ള അനുഭവങ്ങൾ ആ വ്യക്തി അനുഭവിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നിലവിൽ ഇദ്ദേഹത്തിന് ശുക്രദശയാണ് നടക്കുന്നത്. ശുക്രനിൽ രാഹുവാണ്. ശുക്രൻ നിൽക്കുന്നത് 6-ൽ 6-ൽ ശനിയുടെ ക്ഷേത്രത്തിൽ നിൽക്കുന്ന ശുക്രൻ, അവിടേക്ക് ശനിയോടൊത്ത് നിൽക്കുന്ന കുജൻ്റെ 4-ാമത്തെ ദൃഷ്ടി വരുന്നുണ്ട്. അങ്ങനെയുള്ള സമയത്ത് ശുക്രദശ ആദ്യമേ തന്നെ, പൊതുവെ സ്വാപഹാരമൊക്കെ ഒഴിച്ച് നിർത്തി കഴിഞ്ഞാൽ ആദ്യമേ തന്നെ ഗുണഫലം ചെയ്തോണം എന്നില്ല. ധാരാളം ആളുകൾ വിളിച്ച് ചോദിക്കുന്നതാണ്, ശുക്രദശ അത്യാവശ്യം വലിയ തെറ്റില്ലാതെ നിന്നിട്ട് എന്തുകൊണ്ട് ഗുണഫലം ചെയ്യില്ല? അത് നിൽക്കുന്ന രീതി, പൊസിഷൻ, അതിലേക്ക് വരുന്ന ദൃഷ്ടിയെല്ലാം നോക്കിയ ശേഷമാണ് അതിൻ്റെ ഫലം പൂർണ്ണാർത്ഥത്തിൽ പറയാൻ കഴിയുക. അതേപോലെ തന്നെ ഇത്തരം ശുക്രൻ ചിലപ്പോൾ ആദ്യത്തെ 10 കൊല്ലം വരെ ന്യൂട്രൽ പൊസിഷനിൽ പോകും. അത് കഴിഞ്ഞിട്ടായിരിക്കും അത്
മിക്കവാറും വ്യാഴത്തിൻ്റെ കപഹാരം തൊട്ട്, വ്യാഴം നല്ല രീതിയിലാണ് നിൽക്കുന്നതെങ്കിൽ വ്യാഴത്തിൻ്റെ കപഹാരം തൊട്ട് പൂർവാധികം ശക്തിയോടെ വർദ്ധിത വീര്യത്തോടെ പോരാടി ഒരുപാട് നേട്ടങ്ങൾ ആ വ്യക്തിക്ക് കൊണ്ടുകൊടുക്കുന്ന ശുക്രനുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തെ സംബന്ധിച്ച് ശുക്രനിൽ രാഹുവിൻ്റെ പീരീഡ് ഒന്ന് തീർത്തെടുക്കുക. അല്പം ജാഗ്രതയോടെ ശ്രദ്ധയോടെ ചിന്താശേഷിയെ വർദ്ധിപ്പിച്ചുകൊണ്ട് വേണം. എടുത്തുചാട്ടങ്ങൾ നിർബന്ധമായിട്ടും ഒഴിവാക്കുക. ബിസിനസ് സംബന്ധമായിട്ടുള്ള ഓഫേഴ്സൊക്കെ നിലവിൽ വന്നു കഴിഞ്ഞാൽ അത് സ്വീകരിക്കണോ വേണ്ടയോ എന്ന് ഇരുന്നും നിന്നും നല്ലോണം ആലോചിക്കുക. എന്നിട്ടും കൃത്യമായിട്ടൊരു ഉത്തരം അതിനുണ്ടെങ്കിൽ മാത്രം അതിലേക്ക് പോവുക. അതല്ല എങ്കിൽ നിലവിൽ ഉള്ളത് കൃത്യമായി നോക്കിക്കണ്ട് മുന്നോട്ട് പോയാൽ ഏറ്റവും നല്ലത്. അതുപോലെ തന്നെയാണ് ലഗ്നാൽ 5-ൽ വ്യാഴമാണ് നിൽക്കുന്നത്. സ്വന്തം ക്ഷേത്രത്തിലാണ്, നല്ലതാണ്. ഒരുപാട് പേരെ സഹായിക്കുന്ന ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. ഈ അവസ്ഥയിലും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള ഒരു 5-6 പേരെ വിദേശത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അവർക്കെല്ലാം നല്ല ജോലി മേടിച്ചു കൊടുക്കാനും ഇദ്ദേഹം വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ആ 5-ൽ വ്യാഴം നിൽക്കുന്നതിൻ്റെ ഒരു ഗുണം തന്നെയാണ്. ഏതൊരാൾക്ക് ഒരു ആവശ്യം വന്നാൽ തന്നെയും ഇദ്ദേഹം അത് കൃത്യമായിട്ട് നിറവേറ്റി കൊടുക്കുന്ന ഒരു പാറ്റേൺ, ഒരു സ്വഭാവം ഇദ്ദേഹത്തിന് പണ്ട് തൊട്ടേ ഉണ്ട്. അതിന്നും അങ്ങനെ തന്നെ തുടരുന്നതിൻ്റെ പിന്നിൽ സാത്വിക ഗ്രഹമായിട്ടുള്ള വ്യാഴം ലഗ്നാൽ 5-ൽ മനസ്സിൻ്റെ സ്ഥാനത്ത് 2 കുട്ടികളാണ് അദ്ദേഹത്തിന്. വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള, ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള 2 കുട്ടികളാണ്. അപ്പോൾ അതും വളരെ നല്ലത് തന്നെ ആണ്. ഇവിടെ ഗുളികൻ 12-ൽ നിൽക്കുന്നു. അതിൻ്റെ 2ാമത്തെ ദൃഷ്ടി ലഗ്നത്തിലേക്ക് വരുന്നുണ്ട്. അതും ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. അസുഖങ്ങളുമായി ബന്ധപ്പെട്ട് ലഗ്നാധിപൻ സൂര്യൻ നിൽക്കുന്നത് ശനിയുടെ ക്ഷേത്രത്തിലാണ്. അതും ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. ലഗ്നത്തിലേക്ക് ഗുളികൻ്റെ ദൃഷ്ടി, ഗുളികൻ നിൽക്കുകയോ ഗുളികൻ്റെ ദൃഷ്ടി വരികയോ ലഗ്നാധിപനായിട്ടുള്ള ഗ്രഹം പ്രത്യേകിച്ചും ശത്രു ക്ഷേത്രത്തിൽ നിന്നാൽ അത്തരക്കാർക്ക് എന്തെങ്കിലുമൊക്കെ രീതിയിലുള്ള ഹെൽത്ത് ഇഷ്യൂസിനുള്ള ഒരു സാധ്യത അവിടെ ഉണ്ട്. മാത്രവുമല്ല, രോഗസ്ഥാനത്തിൻ്റെ അധിപനായിട്ടുള്ള ശനി ഉച്ചനാണെങ്കിലും അവിടെ കുജൻ എന്ന ശക്തന്മാരിൽ ശക്തൻ അഗ്നിമാരുത യോഗം കൊടുത്ത് നിൽക്കുന്നുണ്ട്. ഹെൽത്ത് ഇഷ്യൂസ് വളരെയധികം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. വളരെയധികം എല്ലാ സമയത്തും എല്ലാ കാലത്തും ശ്രദ്ധിച്ച് തന്നെ പോകാവൂ. അസ്ഥി സംബന്ധമായിട്ടുള്ള, ജോയിൻസ് സംബന്ധമായിട്ടുള്ള അസുഖങ്ങളൊക്കെ ഇത്തരക്കാർക്ക് ധാരാളമായിട്ട് കണ്ടുവരാറുണ്ട്. ഈ വ്യക്തിക്കും അതുണ്ട്. മുട്ടുവേദന പോലെയുള്ള കാര്യങ്ങളൊക്കെ ഈ വ്യക്തിക്കുണ്ട്. അപ്പോൾ അതിന് വേണ്ടുന്ന വൈദ്യസഹായം എടുക്കേണ്ടുന്ന രീതിയിൽ എടുക്കേണ്ടുന്ന സമയത്ത് തന്നെ എടുത്ത് പോയേ മതിയാകൂ. അതുപോലെ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ ലഗ്നാൽ 7-ൽ വിവാഹസ്ഥാനത്ത് സൂര്യൻ ബുധൻ. പൊതുവേ സൂര്യൻ ബുധൻ നല്ലൊരു കോമ്പിനേഷനാണ്. അറിവുള്ള, പാണ്ഡിത്യമുള്ള, അത്യാവശ്യം വാശി, ഈഗോ, ദേഷ്യം, കടുംപിടുത്തം ഒക്കെയുള്ള ഒരാൾ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ പാർട്ട്ണർ എന്ന് പറയുന്നത്. പക്ഷേ ശനിയുടെ ക്ഷേത്രത്തിൽ സൂര്യൻ നിൽക്കുന്നത് കൊണ്ടും ക്ഷേത്രത്തിൻ്റെ അധിപനായിട്ടുള്ള ശനി ഉച്ചനായി കുജനോടൊത്ത് നിൽക്കുന്നത് കൊണ്ടും തർക്കങ്ങൾ, വഴക്കുകൾ, അന്തഛിദ്രങ്ങൾ, അക്രമം, അടിപിടി തുടങ്ങിയ സാഹചര്യങ്ങളെ മുൻകൂട്ടി കണ്ട് അതിന് വേണ്ടുന്ന മുന്നൊരുക്കം നടത്തി അതൊഴിവാക്കാൻ വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു തന്നെ വേണം പോകാനായിട്ട്. അതല്ല എങ്കിൽ ബുദ്ധിമുട്ടുണ്ട്, 100% ഉണ്ട്. അതങ്ങനെ തന്നെയാണ് ഇതുവരെയും പോയിട്ടുള്ളത്. അത് ഇനിയും ശ്രദ്ധിച്ചേ മതിയാകൂ. മാത്രവുമല്ല, ഉത്രട്ടാതി, ഇദ്ദേഹം വിവാഹം കഴിച്ചിട്ടുള്ളത് അനിഴം നക്ഷത്രക്കാരിയെയാണ്. ഉത്രട്ടാതി, അനിഴം ജന്മാനുജന്മ നക്ഷത്രങ്ങളാണ്. പൊതുവേ വിവാഹം കഴിക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ജന്മാനുജന്മ നക്ഷത്രം എന്നൊരു കണക്ക് ഒഴിവാക്കി നിർത്തി കഴിഞ്ഞാൽ ഇവിടെ പ്രശ്നമെന്ന് പറയുന്നത് ശനിയുടെ ക്ഷേത്രത്തിൽ സൂര്യൻ നിൽക്കുന്നു. ശനി ഉച്ചനാണ്. അതിനോടൊത്ത് അഗ്നിമാരുത യോഗം ചെയ്ത് കുജൻ നിൽക്കുന്നു. എന്ന് വെച്ചാൽ തീയും കാറ്റും പോലെയുള്ള ഒരു വിവാഹ ശേഷ ജീവിതം ഇവർക്ക് പറഞ്ഞിട്ടുള്ളത് തന്നെയാണ്. അത് അങ്ങനെ തന്നെയാണ് പോകുന്നത്. 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഈഗോ കാണിക്കാറുണ്ട്, വഴക്കുകൾ ഉണ്ടാക്കാറുണ്ട്, തർക്കങ്ങൾ ഉണ്ടാക്കാറുണ്ട്, സുഹൃത്തുക്കൾ ഇടപെടാറുണ്ട്. ഇതെല്ലാം അതിൻ്റെ വഴിക്ക് പോകുന്നുണ്ട്. എന്നാലും അവർക്കിടയിൽ അറ്റാച്ച്മെൻറ്റും ധാരാളമായിട്ട് ഉണ്ട്. അതുപോലെ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ ഈ 10-ൽ നിൽക്കുന്ന രാഹു എന്ന് പറഞ്ഞു. പ്രത്യേകിച്ച് 10-ലൊക്കെ രാഹു നിന്ന് കഴിഞ്ഞാൽ അതിന് ഡീൽ ചെയ്യേണ്ടുന്ന ഒരു രീതിയുണ്ട്. ആ രീതിയിലാണെന്നുണ്ടെങ്കിൽ രാഹു അവിടെ നിന്ന് എല്ലാ ഗുണങ്ങളും കൊടുക്കും. അതല്ല, നേർവഴിക്കല്ല എങ്കിൽ രാഹു തീർച്ചയായിട്ടും ബുദ്ധിമുട്ടുകളെ സൃഷ്ടിക്കാനുള്ള സാധ്യത വളരെ കൂടുതൽ. ലൂപ്പുകൾ ക്രിയേറ്റ് ചെയ്യുന്നതിൽ രാഹു അഗ്രഗണ്യനാണ്. എന്ന് വെച്ചാൽ നമ്മൾ ഒരു കാര്യത്തിന് ഇറങ്ങുന്ന സമയത്ത് ദ ബെസ്റ്റ് വേർഷൻ ഫ്രണ്ടിൽ മുന്നിൽ കാണിക്കും. നമ്മൾ വിചാരിക്കും ഇതാണ് സത്യം, ഇത് ഏറ്റവും മികച്ചതാണ് എന്ന്. പക്ഷേ ഇവിടെ നല്ല യാത്ര ചെയ്ത് അങ്ങെത്താറാകുമ്പോൾ നമ്മൾ അറിയും അതായിരുന്നില്ല സത്യമെന്ന്. ഇതാണ് രാഹു. അപ്പോൾ അതിൽ കറക്റ്റാണോ ശരിയാണോ എന്ന് കൃത്യമായി ചിന്തിച്ച് ആലോചിച്ച് അന്വേഷണങ്ങൾ നടത്തിയ ശേഷം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അതിൻ്റെ പേഴ്സൻറ്റേജ് ഒരു 60-70%, ഈ ലൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ പേഴ്സൻറ്റേജ് ഒരു 60-70% കുറയ്ക്കാൻ പറ്റും. അപ്പോൾ അബദ്ധങ്ങൾ താനേ കുറയും. ചിന്താശേഷി കൂട്ടിക്കഴിഞ്ഞാൽ അബദ്ധങ്ങൾ കുറയും. അതിനനുസരിച്ച് പ്രൊഡക്റ്റീവായിട്ട് കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും.
അപ്പോൾ രാഹുവിൻ്റെ എഫക്റ്റിനെ കുറയ്ക്കാൻ പ്രാക്ടിക്കലി നമ്മൾ ചെയ്യേണ്ടുന്നത് ചിന്താശേഷിയെ ഉണർത്തുക, എടുത്തു വെച്ച് ചാടുക എന്ന് പറയുന്ന പ്രവണത അവസാനിപ്പിക്കുക. അത് ഏത് സമയത്തും. അതേപോലെ തന്നെ എപ്പോഴും ഇത്തരം ഈ 12 ഗുളികൾ നിൽക്കുന്ന ആളുകൾ ഒരു എമർജൻസി ഫണ്ട് എപ്പോഴും കയ്യിൽ കരുതേണ്ടത് തന്നെയാണ്. എപ്പോഴാണ് പണത്തിന് ആവശ്യം വരിക എന്നൊരു മുന്നൊരുക്കം പറയാനൊന്നും പറ്റില്ല. അതുകൊണ്ട് എപ്പോഴും ഒരു എമർജൻസി ഫണ്ട് നിർബന്ധമായും കരുതി വയ്ക്കുക തന്നെ വേണം. അത് വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. മാത്രവുമല്ല 1, 2, 3, 4 4-ൽ കേതു, രാഹുവിൻ്റെ സ്വാഭാവികമായിട്ടുള്ള 7ാമത്തെ ദൃഷ്ടി, 4-ാം ഭാവാധിപൻ കുജനോടൊത്ത് നിൽക്കുന്നു. പരമാവധി ബാധ്യതകളിൽ ചെന്ന് ചാടിയാൽ ഊരിപ്പോരാൻ ബുദ്ധിമുട്ടാണ്. ഈ വ്യക്തിക്ക് സംഭവിച്ചതും അങ്ങനെ തന്നെയാണ്. 4-ലൊക്കെ കേതു, രാഹു, ശനി, ഗുളികൻ പോലെയുള്ള അല്ലെങ്കിൽ മോശം ഗ്രഹങ്ങൾ നീചനൊക്കെ ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ അത്തരക്കാർ പരമാവധി ബാധ്യത പോലെയുള്ള കാര്യങ്ങളിൽ നിന്ന്, ലോൺ പോലെയുള്ള കാര്യങ്ങളിൽ നിന്ന്, കടം പോലെയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറി നടക്കുന്നതാണ് ഏറ്റവും സേഫ്. അതല്ല എങ്കിൽ ടോട്ടൽ വരുമാനത്തിൻ്റെ അറ്റ് ദ മാക്സിമം ഒരു 20% മാത്രമേ അത്തരം കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാവൂ. അതല്ല എങ്കിൽ ബുദ്ധിമുട്ടാണ്. ഇവിടെ സംഭവിച്ചതും ഇദ്ദേഹത്തിന് വന്ന തകർച്ചയും ഇത് തന്നെയാണ്. അപ്പോൾ ഇതിൽ ചെലവ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, അതേപോലെ തന്നെ വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, ആരോഗ്യ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, അതേപോലെ തന്നെ തൊഴിൽ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, ഇതെല്ലാം തന്നെ ബാധ്യതകൾ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, ഇതെല്ലാം തന്നെ വളരെയധികം ശ്രദ്ധിച്ചും സൂക്ഷിച്ചും പോയാൽ മാത്രമാണ് ഗുണം, നേട്ടം, മെച്ചം, ലാഭമൊക്കെ ജീവിതത്തിൽ സുഗമമായിട്ട് ഉണ്ടാവുക. ഇദ്ദേഹത്തിൻ്റെ ദശകൾ എടുത്തു കഴിഞ്ഞാൽ ഉത്രട്ടാതിയാണ് നക്ഷത്രം. ശനി ദശയിൽ ജനിച്ചു, 94 വരെ ശനി, അതിനുശേഷം ബുധൻ 2011 വരെ, അതിനുശേഷം കേതു 2018 വരെ, അതിനുശേഷം 20 കൊല്ലം ശുക്രൻ 2038 വരെ, അതിനുശേഷം സൂര്യൻ 2044 വരെ, ശേഷം 10 കൊല്ലം ചന്ദ്രൻ, അതിനുശേഷം കുജൻ അഥവാ ചൊവ്വ, രാഹു എന്നീ ക്രമത്തിലാണ് ഇദ്ദേഹത്തിൻ്റെ ദശകൾ കടന്നു പോകുന്നത്. അതിൽ തന്നെ ശുക്രനിൽ രാഹുവാണ്. 1/7/2025 തൊട്ട് 1/7/2028 വരെയുള്ള കാലം ശുക്രനിൽ രാഹുവാണ്. ശ്രദ്ധിക്കേണ്ടുന്ന സമയം തന്നെയാണ്. എടുത്തുചാട്ടങ്ങൾ കണിശമായിട്ടും ഒഴിവാക്കേണ്ടുന്ന സമയം തന്നെയാണിത് എന്ന് കൃത്യമായിട്ട് തിരിച്ചറിയുക. വേണ്ടുന്ന പരിഹാരങ്ങൾ വേണ്ടുന്ന രീതിയിൽ വേണ്ടുന്ന ക്രമത്തിൽ എടുത്ത് പോയി കഴിഞ്ഞാൽ ഒരു 60-70% ഈ അവസ്ഥകളെ ഗുണമാക്കി പോസിറ്റീവാക്കി മാറ്റാനും സാധിക്കും. പെയ്ഡ് കൺസൾട്ടേഷൻ ആവശ്യമുള്ള ആളുകൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇത്തരം വീഡിയോസ് ഇനിയും തുടരും. നന്ദി.